ഓക്കെ, താഴെ ഇതിൽ കണ്ടോ ഒരു സമയം 17:30 21:30 കണ്ടില്ലേ? അവിടെ വന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ ചാർട്ട് നോർമൽ ആവും. ക്ലിയർ അല്ലേ? ഒരു റീസെറ്റ് കണ്ടില്ലേ, അതെങ്ങനെയാ? അത് റീസെറ്റ് ഉണ്ടോ? മൗസ് കൊണ്ടിട്ട് ആ ചാർട്ടിന് സെൻട്രലിലായിട്ട് താഴെ കൊണ്ട് വെച്ചാൽ മതി, തന്നെ വരും, ഓട്ടോമാറ്റിക് വരും. അത് എനിക്ക് റീസെറ്റ് ഇല്ല. ലെഫ്റ്റ് റൈറ്റ് പ്ലസ് മൈനസ് ഉണ്ട്. ആ പ്ലസ്സിൽ വെറുതെ ക്ലിക്ക് ചെയ്യുന്നു, വെറുതെ വന്നില്ല. ഓക്കെ, മാം എന്തായാലും ചോദിച്ചത്? യെസ്. ഇപ്പൊ നമ്മൾ ചാർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നോർമലി ഇങ്ങനെ ചില ചാർട്ട് അലങ്കോലപ്പെട്ട് കിടക്കായിരിക്കും. അപ്പോൾ അതിൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചാർട്ടിന്റെ മിഡിൽ കൊണ്ടിട്ട് ഇവിടെ വയ്ക്കുമ്പോൾ മൈനസ് പ്ലസ് 2 ഏരോ മാർക്സ് റൈറ്റ് സൈഡിൽ ഒരു റീസെറ്റ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അഥവാ അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ആ മൈനസോ പ്ലസോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റീസെറ്റ് ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് അത് ലാപ്പിൽ ഇട്ടോ, ഫോണിൽ ചിലപ്പോൾ മേ ബി അത് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡത്തെ പ്രൈസ് ലെവലിൽ കൊണ്ടിട്ട് ഡബിൾ ടാപ്പ് ചെയ്യാം, ഡബിൾ ടാപ്പ്. അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ നമുക്കിവിടെ ഒന്നിൽ ഡേറ്റ് ആൻഡ് മന്ത് കാണിക്കും, അല്ലെങ്കിൽ സമയം കാണിക്കും. ഇതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ലാപ്പിൽ ഈ ട്രേഡിംഗ് വ്യൂ തന്നെ ഇവിടെ സെറ്റ് ഇത് കണ്ടോ, സെറ്റിങ്സിന് താഴെ കണ്ടോ ടൈം സോൺസ് കണ്ടോ. അപ്പോൾ അതാത് കൺട്രി ടൈം നിങ്ങൾ ആക്കിയാൽ മതി. ഇന്ത്യയിൽ 5 കൊൽക്കത്തയിൽ വരിക, അപ്പോൾ അതാത് കൺട്രി ടൈംസ് ആക്കാൻ പറ്റും അതിൽ. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഞാൻ കാണുന്ന ഗ്രാഫും ഇപ്പൊ കാണിക്കുന്ന ഗ്രാഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യണ്ടറിയോ? ഇപ്പൊ ജസ്റ്റ് സാറ് ആ മുകളിൽ പോയിട്ട് ടൈമിന്റെ സ്പേസ് സ്ഥലം കണ്ടോ, ടൈം. ഞാൻ 30 മിനിറ്റ്സ് അല്ല വേണ്ട, അതല്ല പറഞ്ഞു. അതിൽ സാറിന്റെ ഞാൻ ഈ ഗ്രീനും റെഡും സെയിം ആണോ? സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതെ നോക്കി BTC USD തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആണ്. BTC USD ബിറ്റ് സ്റ്റാമ്പ് എടുക്കണം കേട്ടോ. BTC USD ബിറ്റ് സ്റ്റാമ്പ് എടുക്കണം. ക്ലിയർ അല്ലേ? സിമിലർ ആവൂല്ലോ. ക്ലിയർ. ഓക്കെ, ജയൻ സാർ ക്ലിയർ അല്ലേ? ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇത് ഇപ്പൊ ഞാൻ ഈ 4 ഹവറിന്റെ ബിറ്റ് കോയിന്റെ നമുക്ക് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ടില്ല, അത് മാർക്ക് ചെയ്യാം. ഇതാണ് ആ ട്രെൻഡ് ലൈൻസ് വരുന്നത്. അപ്പോൾ ഇത് എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് ടൂൾ ബോക്സ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് വണ്ണിനെ ട്രെൻഡ് ലൈൻസിന്റെ ഓപ്ഷൻസ് വരുന്നത് കണ്ടോ. ട്രെൻഡ് ലൈൻ, റേ, ഇൻഫോ ലൈൻ, അങ്ങനെ ഒരുപാട് ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻലി യൂസ് ചെയ്യുക ട്രെൻഡ് ലൈനാണ് യൂസ് ചെയ്യുക ആൾക്കാർ. ഹൊറിസോണ്ടൽ ലൈനും ഹൊറിസോണ്ടൽ ലൈൻ അത്ര ആവശ്യമില്ല. പിന്നെയും ബെറ്ററാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ ആരും ഉപയോഗിക്കാറില്ല, കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരും അതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ പാരലൽ ചാനലും കൊള്ളാം, പാരലൽ ചാനലും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് 4 വേണമെങ്കിൽ ഇത് സ്റ്റാർ ചെയ്ത് വെക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ട്രെൻഡ് ലൈനും പാരലൽ ചാനലും ഹൊറിസോണ്ടൽ ലൈൻ ആയാലും കുഴപ്പമില്ല. ഇത് സ്റ്റാർ ചെയ്ത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഡൺ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇപ്പം ഇതിൽ തന്നെ ഏതെങ്കിലും ലൈനിൽ ഇപ്പോൾ ഒരു ക്യാൻഡിൽ മാർക്കിന് എന്ത് ചെയ്യും? ഇപ്പം പറയാണ് ഈ റെഡ് ക്യാൻഡിൽ കണ്ടോ, ആ റെഡ് ക്യാൻഡിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലാപ്പ് ഉപയോഗിക്കുന്നവർക്ക് കേട്ടോ Alt V അടിക്കുക. അപ്പം ഇങ്ങനെ ലൈൻ വരും അതിൽ. Alt +V. ഇത് എന്തിനാ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സെക്ഷൻ മാർക്ക് ചെയ്യുക എത്രയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഗോൾഡിൻ ചാർട്ട് എടുക്കാം. ഗോൾഡിൻ്റെ അപ്പോൾ ഇത് കണ്ടോ, ഇത് ഗോൾഡ് അല്ല, ഇത് എന്തിനു യൂസ് ഇത്രേ ഉള്ളൂ. നമ്മൾ രാവിലെ മോർണിംഗിൽ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് ഏതാ? ഏഷ്യൻ മാർക്കറ്റ് അല്ലേ? ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം 5:30 5:30 അല്ലേ? 5:30 മാർക്ക് ചെയ്യാം. അപ്പൊ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് മൗസ് കൊണ്ടുവരിക. 5:30 ഇതാണ് 5:30 വരുന്നത് അല്ലേ? അല്ലേ? 5:30 മാർക്ക് ചെയ്തു അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് ഇതാ ഈ ട്രെൻഡിൽ ഇവിടെ നമുക്ക് ചെയ്യാം. ഏഷ്യൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് Alt V അടിക്കുക. ആ ക്യാൻഡിലിന് മേലെ വേണ്ടി മൗസ് വെക്കുക. ഇത് Alt V അടിച്ചാൽ മതി. ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല.
ഫോൺ യൂസർക്ക് കിട്ടും. കിട്ടും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടോ, ട്രെൻഡ് ലൈൻസിനുള്ളിൽ പോയിട്ട് ഇവിടെ വെർട്ടിക്കൽ ലൈൻ കണ്ടോ, വെർട്ടിക്കൽ ലൈൻ അത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ആ ലൈനിൽ നമുക്ക് ഇതുണ്ടോ, ഇത് ഏഷ്യ എന്ന് വെച്ച് മാർക്ക് ചെയ്യാം. അത് ഒരു ഇൻഫർമേഷൻ വേണ്ടി എത്ര ഉള്ളതാ, ഏഷ്യ എന്ന് മാർക്ക് ചെയ്തു. ഏഷ്യ എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ, കാണാണ്ടോ? അപ്പോൾ ഇത് റെഡ് ലൈനും ഏഷ്യനാണ്. ആ റേറ്റിംഗ്സും റെഡും ലൈനും റെഡാണ്, റേറ്റിംഗ്സും റെഡ് അല്ലേ. അപ്പോൾ നമുക്ക് റേറ്റിംഗ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ടി കണ്ടോ, അത് നമ്മൾ ആ ലൈൻ സെലക്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ആ ലൈൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഉണ്ടോ ടിയും പെൻസിലും കാണിക്കും. ഈ പെൻസിൽ കൊടുത്തിട്ട് നമ്മൾ കളർ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ കളർ മാറും. ഇനി ഈ റൈറ്റിങ്സിൻ്റെ കളർ മാറണമെങ്കിൽ ടി കണ്ടോ, ടി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടോ യെല്ലോ ആയി, കണ്ടോ ബ്ലാക്ക് ആയി, കണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ വലിപ്പം സൈസ് കൂട്ടണമെങ്കിൽ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. 14 എന്നുള്ളത് 24 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, വലുതായി. ക്ലിയർ അല്ലേ? യെസ്. ഇത് 5:30 ആകുമ്പോൾ ഏഷ്യൻ സെക്ഷൻ ഓപ്പണിംഗ് ആണ് അല്ലേ. ആ മാർക്കറ്റിക്ക് ലണ്ടൻ എപ്പോഴും ഓപ്പൺ ചെയ്യുക? ഒറ്റ മിനിറ്റ്, ആരും പറയണ്ട, ആരും പറയല്ലേ. സീതാ മാം പറയാം, ലണ്ടൻ എപ്പോഴും ഓപ്പൺ ചെയ്യുക? തെറ്റിന് കുഴപ്പം, ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, പെട്ടെന്ന് നമുക്ക് സാധനം ക്യാച്ച് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ചോദിക്കണം കേട്ടോ, ഒന്നുമല്ലേ. ലണ്ടൻ 12:30 PM. യെസ്, 12:30 ആണ് ലണ്ടൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, 12:30 ലണ്ടൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതാ ഇപ്പം നമ്മൾ മൗസ് കൊണ്ടുപോവുക. നെക്സ്റ്റ് 12:30 സമയം കാണിക്കുമ്പോൾ അതിൽ കൊണ്ടിട്ട് ഇതാ ഓൾ ടി വി അടിച്ചിട്ട് നമ്മൾ ലണ്ടന് മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ രണ്ടും ബ്ലൂ ആയി നമുക്ക് അറിയത്തില്ലോ. അപ്പോൾ ലണ്ടന് വേണമെങ്കിൽ ലണ്ടൻ കുറച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്, അല്ലെങ്കിൽ ഒരു മേജർ സോൺ സെഷനാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റെഡ് കൊടുക്കാം. ക്ലിയർ അല്ലേ? ലണ്ടൻ കൊടുത്തു. ന്യൂയോർക്ക് എപ്പോൾ ഓപ്പൺ ചെയ്യുക? വൈകുന്നേരം 5:30. ഇവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യുക, കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ലണ്ടൻ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലണ്ടൻ കൊടുത്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്ക് ന്യൂയോർക്കാണുള്ളത്. ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യപ്പോഴാണ് 5:30 PM. 5:30. ഓക്കെ, ഇപ്പൊ മാറിണ്ട് കേട്ടോ. അപ്പൊ ലണ്ടൻ നമുക്ക്, ന്യൂയോർക്ക് നമുക്ക് ബ്ലാക്കിലും കൊടുക്കാം. ടൈം സോൺ ആണ് പ്രശ്നം. ഒരു പ്രശ്നം ഇവിടെ നോക്കുമ്പോ അല്ല, വേറെ ടൈം അല്ല. ഇവിടുത്തെ 5:30 പറഞ്ഞാൽ ഇവിടെ 12 ആയിരിക്കും. നമുക്ക് ഇവിടെ കാണുന്ന UTC-യിലായിരിക്കും നമ്മുടെ ടൈം കാണുന്നത്. ഓ അത് ശരിയാണല്ലേ. അതിന് സാറ് കാര്യം ചെയ്താൽ മതി. ഒരു സൈറ്റ് നമുക്ക് ബേബി പിപ്സ് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കയറി ചെയ്യാം. അത് പറഞ്ഞുതരാം. അതൊന്നും ഇത്ര ഇഷ്യൂ അല്ല. അത്ര ഫോക്കസ് ചെയ്തെന്ന് അറിയോ, നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതാണ് ഫോക്കസ് ചെയ്യാത്തത്. അതൊക്കെ വലിയ ഇഷ്യൂ ഉള്ള കേസൊന്നുമല്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 സെക്ഷൻസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതെല്ലാം ഞാൻ കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തായിരിക്കും. ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു. ഇത് 5 മിനിറ്റ്സ്, ഇതാ 30 മിനിറ്റ്സിൽ 50 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു. ഇത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇതൊരു നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ കണ്ടുപിടിച്ചാണ്. ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്നേ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഒരു റെസിസ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ മിനിമം 2 ടച്ച് മതി അല്ലേ. ഇത് ഇവിടുന്ന് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഇവിടുന്ന് മാർക്ക് ചെയ്താൽ മതി. ടച്ചുകൾ കൂടുന്തോറും ആ ലെവൽ ഭയങ്കര ഒന്നുകൂടി ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കോൺസെപ്റ്റിലാണ് ഇവിടുന്ന് എടുക്കാൻ കാരണം. ഇതുണ്ടോ, ഇവിടുന്ന് ഈ എൻറ്റയർ ചാർട്ട് ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ കാരണം. ക്ലിയർ അല്ലേ? ഇബ്രാഹിം, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ആ മാർക്ക് ചെയ്യുമ്പോൾ വിക്കും ബോഡി ഇല്ലേ ക്യാൻഡിൽസിനായാലും വിക്കില് തന്നെ ടച്ച് ചെയ്യണോ, ബോഡി ടച്ച് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ബോഡി ഇങ്ങനെ വരാതിരുന്നാൽ മതി, ക്ലോസ് ചെയ്യാതിരുന്നാൽ മതി ഒരിക്കലും. വിക്ക് നമ്മൾ മുട്ടിയാലും കുഴപ്പമില്ല, ടച്ച് ചെയ്താലും കുഴപ്പമില്ല, ടച്ച് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 50 മിനിറ്റ്സിൽ അടച്ചിരിക്കുന്നത്. നമ്മൾ 50 മിനിറ്റ്സിൽ അടച്ചിരിക്കുന്നത് നേരെ 5 മിനിറ്റ്സ് പോയി നമുക്ക് ഇതിന് ബ്യൂട്ടി അറിയാൻ പറ്റും. 5 മിനിറ്റ്സ് ഇട്ട് കണ്ടോ. അപ്പോൾ ഇത് ലെങ്തി ആയിട്ട് കണ്ടോ, ഒരു ഓൾമോസ്റ്റ് ഈ ലൈൻ, ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എത്രത്തോളം റെസിസ്റ്റൻസ് എടുത്ത് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇവിടെ സ്കെയിൽ പറഞ്ഞ ടൂൾ ഉണ്ട് കേട്ടോ. 1 2 3 4 5 8ാമത്തെ ടൂൾ ബോക്സിൽ സ്കെയിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
ഇതിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ 136 ക്യാൻഡിൽസ് ഇതിന് താഴെ ട്രേഡ് ചെയ്യുന്നത്, ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 11 മണിക്കൂറായിട്ട്. ക്ലിയർ അല്ലേ? കഴിഞ്ഞ 136 ക്യാൻഡിൽസ് അതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് 11 മണിക്കൂറായിട്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ക്ലിയർ അല്ലത്? അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ട്രേഡ്സ് നോക്കാം. ഇവിടെ ട്രേഡ് ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ കിട്ടിയതാണിത്. മേ ബി ട്രേഡ് വർക്കാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കോൺസെപ്റ്റ് അവിടെ ഉണ്ട്. ഇതിലെങ്ങനെയായിരിക്കും ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക? നിങ്ങൾ ഒരു പക്ക ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്സ് അത് മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും നമുക്ക് എടുത്തിട്ടില്ല, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യും? ഇതിൽ 2 റെസിസ്റ്റൻസ് ഇരിക്കുന്നത്, ആർക്കും കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഇത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കിട്ടിയല്ലേ? ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഈ ബോക്സ് വരച്ചപ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബോക്സ് ഡിലീറ്റ് ചെയ്യാം. ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇപ്പം മാം ചോദിച്ചത് ഇവിടെ ഇത് മേലെ ക്ലോസ് ആയിട്ടില്ലേന്ന് തോന്നും അല്ലേ? അത് മാനിപ്പുലേഷൻ ആണ്. കണ്ടോ, ഈ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് അതേ പ്രൈസിലാണ് റെഡ് ക്യാനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് അതേ പ്രൈസിലാണ് റെഡ് ക്യാനിൽ ഓപ്പൺ ചെയ്തത്. ഇവിടെയും അത് സംഭവിച്ചു. കണ്ടോ, ഇവിടെയും അത് സംഭവിച്ചിട്ടില്ലേ? അപ്പോൾ അത് മാനിപ്പുലേഷൻ ആണ്. അത് നമുക്ക് ഒന്ന് കൂടണ്ട. അതിൽ മൗസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലും വേണ്ട, ഇങ്ങനെ വെച്ചു അല്ലേ? ഇപ്പോൾ ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്യും ഇങ്ങനെ ആയിരിക്കും. എന്താ ഇപ്പം ഇതിൽ കണ്ടോ, ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടിയായിരിക്കും. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടി ഈ ലെവൽ റീടെസ്റ്റ് വരും. അപ്പം നമുക്ക് ഇവിടുന്ന് അപ്സൈഡ് ട്രേഡ്സ് ആവും. ഇവിടെ ട്രേഡ്സ് വഴി നോക്കാം. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഇഷ്ടം പോലെ നോക്കാം. ട്രേഡ്സ് എന്ന രീതിക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് SL വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ട്രേഡ് TP പ്ലേസ് ചെയ്യാം. ക്ലിയർ ആണോ? ഇവിടെ അല്ലെങ്കിൽ ഇവിടെ TP പ്ലേസ് ചെയ്യുന്നത് കുഴപ്പമില്ല. കാരണം ഇവിടെ കണ്ടോ 3 റെസിസ്റ്റൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഈക്വൽ റെസിസ്റ്റൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. യെസ്. ഇത് ആർക്കും ക്ലിയർ ആവത്തുണ്ടോ? യെസ്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തേ ഉള്ളൂ. ഇത് നമ്മളായിട്ട് കണ്ടുപിടിച്ചാണ് അല്ലേ? ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയതാണ്. കിട്ടി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിലിപ്പോൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക? നമ്മൾ പറയാം ഇതിലിപ്പോൾ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത ട്രേഡ് നോക്കാം. അപ്പോൾ ഒരിക്കലും ഫോറക്സിൽ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് നോക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. ബ്രേക്ക് ഔട്ട് മേ ബി ഫെയിൽ ആവാൻ ചാൻസ് ആയിയാണ്. എന്നാൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ്സ് നോക്കണ്ട. പകരം ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് വരും, അപ്പോൾ ട്രേഡ്സ് ആയി നോക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ പിന്നെ സപ്പോർട്ടായിട്ട് മാറി അല്ലേ? ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിരിക്കും, പിന്നെ എന്തായിട്ട് മാറി? പുതിയ സപ്പോർട്ടായിട്ട് മാറി അല്ലേ? ആ, അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവണം മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആകുമ്പോൾ തന്നെ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ്. ഒന്ന് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി, അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് റെസിസ്റ്റൻസ് കണ്ടോ അത് 2 ബ്രേക്ക് ആവുകയാണ് അല്ലേ? അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇതിലൊന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാം. ഇവിടുന്ന് ബൈ എൻട്രി പ്ലാൻ ചെയ്യാം. അവിടെയാണ് നമ്മൾ ക്യാൻഡിൽസ് നോക്കേണ്ടത്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? സെറിൽ ബ്രോ ഓക്കെ അല്ലേ ഇതുവരെ? ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ട്രേഡ് തന്നെ TP എവിടെ വയ്ക്കും ചോദിക്കും. ഇപ്പോൾ നമ്മൾ 1 ലോട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇവിടെയൊക്കെ TP ചെയ്ത് ഇവിടെയൊക്കെ എക്സിറ്റ് ചെയ്ത് മാറാം, അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. അല്ല, ഒരു 3-4 ലോട്ട് എടുക്കുന്ന ആൾക്കാരെ എപ്പോഴും പറയുന്നത് 3 എവിടെ എടുക്കരുത്, 2 കൺസിഡർ ചെയ്യാം. 2 പറയുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തായിരിക്കും. നമ്മൾ ഇതിൽ എൻട്രി ഈ ടൂൾ നിങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞുതരാം. ഇത് നമ്മുടെ എൻട്രി പോയിന്റ് വരിക. ഇപ്പോൾ എൻട്രി പോയിന്റ് വരുമ്പോൾ ഇത് നമ്മുടെ SL വയ്ക്കുക. സ്റ്റോപ്പ് ലോസ് എന്തിൻ്റെ ബേസിൽ വെച്ചെന്ന് ആർക്കും അറിയില്ലെങ്കിൽ അത് വിട്ടേക്കാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് $10 ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ $10 ലോസ് വരുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ SL വെച്ചു. ഒന്നുകൂടി പറയാം, ഇവിടെ എന്തിൻ്റെ ബേസിലാണ് SL വെച്ചു അതിന് എത്രയേ ഉള്ളൂ. നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും താഴത്തേക്ക് $50 ലോസ് വരും അല്ലേ? അപ്പോൾ $100 ക്യാപിറ്റൽ ഒരാൾക്ക് സിംഗിൾ ട്രേഡിൽ $50 ലോസ് എടുത്താൽ പറയുമ്പോൾ അത്ര ഓക്കെ അല്ല, അത്ര നല്ല ഒട്ടും ഓക്കെ അല്ല. അപ്പോൾ അതിന് പകരം $10 എവിടെയാണ് ലോസ് വരുന്നത് അവിടെ കൊണ്ട് SL വെച്ചു. അപ്പോൾ ഇത്രയും താഴത്തേക്ക് ഇറങ്ങിയാൽ $10 ലോസ് വരുമെങ്കിൽ ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ TP നമുക്ക് ഇവിടെ വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം, ഇതിൽ വയ്ക്കാം. അപ്പോൾ 1:1 ആയി. 33 റിസ്ക് ഉണ്ട്, 37 പ്രോഫിറ്റ് ഉണ്ട്. 1:1 ആയി. ഇപ്പോൾ 2 ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വാങ്ങിച്ച് ഒരെണ്ണം എക്സിറ്റ് ചെയ്ത് മാറാം, ഒരു ലോട്ട്. അടുത്തൊരു ലോട്ട്, പിന്നെ അത് ബാലൻസർ ലോട്ട് ഇതിലോട്ടോ അല്ലെങ്കിൽ ഇതിലോട്ടോ ഷിഫ്റ്റ് ചെയ്തേക്കാം.
ടാർഗറ്റ് ഷിഫ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ എസ് എൽ എവിടെ വെക്കുക വെച്ചാൽ അത് നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ ട്രേഡ് സെൻസിൽ കാണിച്ചു തരാം. അതെങ്ങനെയാണോ മനസ്സിലായില്ല? ആ അത് നമുക്ക് ജസ്റ്റ് നമുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ഫസ്റ്റ് 2 ക്വാണ്ടിറ്റി ബൈ എടുത്തു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കും, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, രണ്ടും എക്സിറ്റ് ചെയ്യണ്ടോ അതോ ഒരെണ്ണം മാത്രം എക്സിറ്റ് ചെയ്യണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രം കൊടുത്ത് എക്സിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ബാലൻസ് നിർത്താൻ പറ്റും. അത് നിർത്തി കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ടാർഗറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എസ് എൽ ഒരിക്കലും പിന്നെ നമ്മൾ ഇവിടെ വെക്കില്ല. എസ് എൽ ഒന്നുകൂടി കയറ്റി വയ്ക്കും, നമ്മുടെ ബ്രേക്ക് മുകളിൽ കയറ്റി വയ്ക്കും. പിന്നീട് നമ്മുടെ എസ് എൽ ഉണ്ടാവും ഇതായിരിക്കും നമ്മുടെ അതേ എൻട്രി പോയിന്റ്. പിന്നെ എസ് എൽ ആയാൽ പോലും നമുക്ക് ഇവിടെ കിട്ടിയ ആ സിംഗിൾ ലോട്ടിൽ കിട്ടിയ ഒറ്റ ലോട്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടിൽ കിട്ടിയ ആ കിട്ടിയ പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ കളയില്ല. അത് എപ്പോഴും സേഫ് ആക്കി വയ്ക്കും. ക്ലിയർ ആണോ? യെസ്. ഇപ്പോൾ ഈ ട്രേഡ് മേ ബി ഇതാ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത് മേ ബി ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരും അറിയണമെന്നില്ല. ഇത് വർക്കിൻ്റെ ഇടയിലാവാം, ഡ്രൈവിംഗ് അറിയാം അല്ലേ. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉള്ളത് ഒരു അലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അലാം സെറ്റ് ചെയ്യാൻ പറ്റും. അലാം സെറ്റ് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ നമുക്ക് ട്രേഡ് എടുക്കേണ്ട ലെവലിൽ കൊണ്ട് ഒരു അലേർട്ട് വെക്കുക. അപ്പോൾ ആ ലെവൽ മാർക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ബീപ്പ് സൗണ്ട് കേൾക്കും. അത് ജസ്റ്റ് ഇതേ ട്രെയിനിങ് നമ്മുടെ ഫോണിലും വേണം. അതുപോലെ തന്നെ രണ്ടും സെയിം മെയിൽ ഐ ഡി ആവണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പിന്നെ ഇതാവൂലേ, എൻ്റർ ആവില്ലെന്നോ? അതിന് നമ്മുടെ MT5 നമ്മുടെ ബ്രോക്കറിൽ ഒരു ഓർഡർ ഇട്ട് വെക്കണം. അതല്ല പറയുന്നത്, ഇത് ഞാൻ പറയുന്നത് അലേർട്ടാണ്. നമ്മളൊരു നമ്മൾ വേറെ തിരക്കിലാണെങ്കിൽ ഇന്ന ട്രേഡ് വന്നിട്ടുണ്ട്, ഓക്കെ എന്നാൽ അത് എടുക്കാം, നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കില്ലേ, അതിന് വേണ്ടിയിട്ട്. മറ്റേത് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്, ഇന്ന ലെവലിൽ നിന്ന് മേടിച്ചെന്നൊരു ഓർഡർ കൊടുക്കുകയാണ്, അത് ഓട്ടോമാറ്റിക് നടന്നോളൂ അവിടെ. ഓക്കെ, അതിൽ ആർക്കും അലേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ അറിയോ? ഉണ്ട്, ആവശ്യമുണ്ട്. കാരണം അറിയോ, ചില മാർക്കറ്റുകൾ ഇത് നമ്മുടെ എൻട്രി പോയിന്റ് ആയിരിക്കും. സാർ ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി കൊടുത്തു, മേലേക്ക് എൻട്രി കൊടുത്തു, ചിലപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ താഴ്ത്തി പോയേക്കാം. അപ്പോൾ അതാണ് ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കരുത് പറയാൻ കാരണം. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കുക ഇങ്ങനെ കയറിയതിന് ശേഷം വീണ്ടും ഒന്ന് അപ്സൈഡ് പോയിട്ട് വീണ്ടും ഡൗൺ വന്നിട്ട് ഈ പഴയ റെസിസ്റ്റൻസ് പുതിയ സപ്പോർട്ടായാൽ മാത്രം ഇവിടെ മാർക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ്സ് നോക്കുള്ളൂ. അതിൽ ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിതാ 5111 110 എന്ന് പറഞ്ഞ പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് കിട്ടണമെങ്കിൽ മൗസറെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ഓൾട്ട് എ അടിക്കുക. എന്നിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഒരു ഡോട്ട് വരും. വന്നില്ലേ? വന്നോ? യെസ്. അപ്പൊ അതിന് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒന്ന് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ സിംഗിൾ ലൈൻ വരും. ആ ലൈനിന്റെ റൈറ്റ് സൈഡിൽ പ്ലസിന്റെ ഐക്കൺ കാണാം. കിട്ടിയോ? ഫോൺ യൂസ് ചെയ്യുന്നവർ കേട്ടോ. ലാപ്പ് ഈസിയാണ്. ലാപ്പിൽ ഓൾട്ട് എ എൻ്റർ അടിച്ചാൽ മതി. ഫോണാണെങ്കിൽ അതിൻ്റെ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണിക്കും, അത് ഒരു പ്ലസിന്റെ ഐക്കൺ കാണിക്കും. അത് ഈ ഷോർട്ട് കട്ടുകളെല്ലാം കൂടി ഒന്ന് സ്ലോട്ട് ഔട്ട് ചെയ്തോ ഒരു PDF ഒക്കെ ആയിട്ട്. അത് ഈസിയാ, അത് ഇത്ര കൺഫ്യൂഷൻ ഒന്നും ഇല്ല, അത് പഠിക്കണ്ട. അല്ല, അത് കുറച്ചും കൂടി സുഖമാണ് അത് കാണുകയാണെങ്കിലേ. പറ്റും കാര്യം ചെയ്യാം. അത് നമുക്കൊരു ബെറ്റ് വയ്ക്കാം. 3 ക്ലാസ് കഴിഞ്ഞിട്ട് സാറിന് ഇതേ ഡൗട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അയച്ചുതരാം. ഓക്കെ അല്ലേ? സോബിൻ ബ്രോവിന് എന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്ത് ചാർട്ട് അനാലിസിസ്. സോബിൻ ബ്രോ എനിക്ക് ചാർട്ട് അയച്ചു തന്നിട്ടുണ്ട്. സോബിൻ ബ്രോ നിങ്ങളെല്ലാം സിറിൽ സാർ അയച്ചു തന്നിട്ടില്ല. ഇപ്പൊ ജയൻ സാർ എനിക്ക് അയച്ചു തന്നു. അത്രയും പറഞ്ഞ കാരണം ഒരെണ്ണക്ക് അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നിട്ടുണ്ട്. സോബിൻ ബ്രോ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ പുള്ളിടം കാണിച്ചു തരാം. സീതാമേമും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഷിബു സാർ അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിയുടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം.
ഇത് ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? USD JPY കണ്ടോ? അടുത്ത പിക്ചർ അടുത്ത പിക്ചർ ഉണ്ട്. സ്ക്രീൻ ഷെയറിങ് പുള്ളി 2-3 ചാർട്ട് അയച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. അത് എല്ലാവർക്കും പറ്റും, നമ്മൾ ചെയ്യാത്ത മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്താ അവസ്ഥ? പ്ലാറ്റ്ഫോമിൻ്റെ എന്താണ് അവസ്ഥ? ട്രേഡിംഗ് വ്യൂ ഓക്കെ ആണല്ലേ എല്ലാവർക്കും? ഓക്കെ സീതാ മാം റെസ്പോണ്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലേ? പിന്നെ ഷിബു സാറും പറഞ്ഞോട്ടോ, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പറയാം. അതുപോലെ തന്നെ ഡൗട്ട്സിന് ചോദിച്ചോ, നമുക്ക് എപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഇതിലറിയാനുള്ളത്, ഇതിപ്പോൾ 2 റെഡ് ലൈനല്ലേ കൊടുത്തിരിക്കുന്നത്? 2 റെഡ് ലൈനാണ്. ഇത് ഭയങ്കര ബേസ് ആട്ടോ, ഞാൻ പറയണമെന്ന് തോന്നരുത്, പലർക്കും പല ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്യാച്ച് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ കാണാൻ പാടില്ല. ഓക്കെ, സോറി. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ചിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുക, സൂമേ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ അറിയത്തില്ല. കഴിഞ്ഞ ക്ലാസ്സും കട്ടായി, ഈ ക്ലാസ്സും കട്ടായി. ഓക്കെ, ഇപ്പം ഇതിൽ കണ്ടോ, ഇതിൽ 2 ലൈൻസ് ഉണ്ട് അല്ലേ? 2 റെഡ് ലൈനാണ്. ഇപ്പം ഇതിലത്തെ കളർ ചേഞ്ച് ഈസിയാണ്. നമ്മൾ ഏത് ലൈനാണോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പെൻസിലിൻ്റെ ഓപ്ഷൻ തെളിഞ്ഞ് വരും, ഉണ്ടോ? പെൻസിൽ അത് എടുക്കുക, സെലക്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. റെഡോ ബ്ലാക്കോ ഏത് വെച്ചാൽ കൊടുക്കുക. ചിലവർക്ക് അതുപോലെ തന്നെ ഈ വൈറ്റ് സ്ക്രീൻ ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് എന്തെങ്കിലും കണ്ണിന് ഐക്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വൈറ്റ് സ്ക്രീൻ ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മുടെ ലെഫ്റ്റിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ കണ്ടോ ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാർക്ക് തീം കൊടുത്താൽ മതി. ആപ്പ് സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിൽ കണ്ടോ, ഡാർക്ക് കൊടുത്താൽ മതി. ഡാർക്ക് കൊടുത്ത് ഇങ്ങനെ വരും. ഇനി ഇതും ഈ വൈറ്റും ബ്ലാക്ക് ആക്കണമെങ്കിൽ സെറ്റിങ്സിൽ പോവുക. അതുപോലെ തന്നെ ഇവിടെ എടുത്തു, ജസ്റ്റ് മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. ഇതാ മോർ സെറ്റിങ്സിൽ പോയി ഇവിടെ നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ക്യാൻവ ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് സോൾഡ് മാറ്റി ബ്ലാക്ക് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? മൊത്തം കൺഫ്യൂസ്ഡ് ആയത്.
ഇബ്രാഹിം ഒരു ഫോൺ വരുന്നുണ്ട്, ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങുവാണ്. ഓക്കെ ഓക്കെ. ആ ഇബ്രാഹിമ, ഈ റൈറ്റ് സൈഡിൽ ആസ്ക് ബിഡ് എന്നുള്ളത് കാണിക്കണില്ലേ? അത് എന്റെ സ്ക്രീനിൽ കാണാൻ പാടില്ല. അത് ഞാൻ ഓണാക്കിട്ടിരിക്കുന്ന, അത് കുഴപ്പമില്ല, ഞാൻ അതെ. കാണിച്ചു തരാം കേട്ടോ. ആവശ്യമില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഇമ്പോർട്ടൻസ് അല്ലത്. ഓക്കെ, ഇതിൽ ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ട്സ് ട്രേഡിംഗ് വ്യൂവിൽ എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും ടൂൾസ് ഉണ്ട്. അതുപോലെ ഈ പാത്ത് പറഞ്ഞ ടൂൾ കണ്ടോ, ഈ നമുക്ക് ഈ ടൂൾ കണ്ടോ, ഈ ടൂള് അത് ഇവിടെ 1 2 3 4 5ാമത്തെ ടൂൾ ബോക്സിലുണ്ട് കണ്ടോ, പാത്ത് പറഞ്ഞ ടൂൾ ഓപ്ഷൻ ഉണ്ട്. പാത്ത് ഇതും സ്റ്റാർ ചെയ്ത് വെക്കുക. അതുപോലെ ഈ ബ്രഷ് സ്റ്റാർ ചെയ്ത് വെച്ചോളൂ. ഈ റെക്റ്റാങ്കിൾ അതും സ്റ്റാർ ചെയ്ത് വെച്ചോ. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ലൈൻസിലല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ സോൺ കണ്ടോ, ഇങ്ങനെയും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. എപ്പോഴും സോണായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 5110 എന്ന് പറഞ്ഞ പോയിന്റിന് ഗോൾഡ് താഴത്തേക്ക് വരുമെന്ന് പറയാൻ പറ്റും? പറ്റില്ല. ഇന്ന ലെവൽ പറയാം 5110 to 20 ഇതിനുള്ളിൽ മാർക്ക് തിരിച്ച് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റും നമുക്ക് അതിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ, നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഈ ക്യാൻഡിൽസിലാണ്, അല്ല ക്യാൻഡിൽസ് അല്ലെങ്കിൽ ലൈൻസിലാണ് മാർക്ക് ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലൊക്കെ നമ്മൾ ഇത് ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് ഇത് കണ്ടോ, റെക്റ്റാങ്കിൾ ടൂൾ കണ്ടോ, റെക്റ്റാങ്കിൾ അതിലാണ് മാർക്ക് ചെയ്യുക. ആ, അപ്പോൾ അതിൽ കണ്ടോ, അപ്പോൾ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ എത്രേ ഉള്ളൂ, എന്താ ഉദ്ദേശത്തിലേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഇന്ന പോയിന്റ് 5108 എന്ന് മാർക്കറ്റ് റിവേഴ്സലാവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പറയാം 5108 to 120 ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സലാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതാണ് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ വരുന്നത്. ഓക്കെ, എന്റെ സ്ക്രീനിൽ എനിക്ക് താഴെ കുറെ ബാറുകളുണ്ട്. ആ ബാർ എങ്ങനെയാണ് കളയുന്നതെന്ന് അറിയാം? ഏതാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ എന്റെ ഇപ്പൊ ഗ്രാഫിന്റെ താഴെ കുറെ ബാറുകൾ ഉണ്ടാവും. ക്യാൻഡലിന്റെ മുകളില് സാറിന്റെ ലാപ്പില് വാട്സപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ കാണിക്കട്ടെ. ആ, എന്റെ സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണാമോ? ഒറ്റ മിനിറ്റ്. ഇല്ല, ആ കാണുന്നുണ്ട്. ഓക്കെ, ആ താഴത്തെ ക്യാൻഡിൽസ്. ആ, അപ്പൊ അതിൽ ലെഫ്റ്റ് സൈഡിലേ ആ വോളിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വോളിയം VOL ഈ ലെഫ്റ്റ് ഇതിലാണോ? അതല്ല ഗോൾഡിന്റെ താഴെ സെല്ല് ബൈ പ്രൈസ് കണ്ടോ, ആ സെല്ലിന്റെ താഴെ VOL ഉണ്ട് 8.92K. ആ, അതില് അപ്പൊ ആ ഡിലീറ്റ് കൊടുക്കുക. ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പൊ എപ്പോഴും എന്നത്തേക്കായിട്ട് പോയിട്ടുണ്ടാവും. അതൊരു ഇൻഡിക്കേറ്ററാ. പിന്നെ ഇത് കണ്ടോ സിറിൽ ബ്രോ, ഇത് കണ്ടോ, ഇത് ഇപ്പൊ വരച്ചായിരിക്കും. ഒരിക്കലും ചാർട്ട് നമ്മൾ ഇങ്ങനെ വരച്ചേക്കരുത് കേട്ടോ. ഇത് സാർ വെറുതെ വരച്ചാക്കി അറിയാം. പക്ഷെ നമ്മൾ റിയൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പോഴും ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. കാരണം എന്താ അറിയാം, ഇത് ട്രൈ ചെയ്തല്ലേ, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസത്തെ പ്രഡിക്ഷൻ ഇവിടെ ആയിരുന്നു. ഈ രണ്ടിനകത്ത് ഇതിന്റെ പുറത്തോട്ട് പോവാതെ പ്രഡിക്ഷൻ ചെയ്തു. പക്ഷെ ബ്രേക്ക് ചെയ്ത് മേലെ കയറി പോയി. ടാർഗറ്റ് കറക്റ്റ് ആയിരുന്നു അല്ലേ? അല്ല, നമ്മൾ ടാർഗറ്റ് കിട്ടി. ടാർഗറ്റ് മതി, ബെറ്റർ അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഈ ചാർട്ട് ഒരുപാട് ലൈൻസ് വെച്ചാൽ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. ശരിയാണത്. ചാർട്ട് എപ്പോഴും ഭയങ്കര നീറ്റായിട്ടാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചാർട്ട് അയച്ചുതരാം, വേറെ ആൾക്കാർ കുറച്ച് ചാർട്ട് അയച്ചുതരാം, എൻ്റെ മെൻറ്ററിൻ്റെ അയച്ചുതരാം. പുള്ളിയെ ഭയങ്കര ഡീപ്പ് ഭയങ്കര നീറ്റായിട്ട് ചാർട്ട് സൂക്ഷിക്കുക. നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടൂൾ ഡിലീറ്റ് ചെയ്ത് കളയും. അതുപോലെ ലാപ്പിൽ ചാർട്ട് അനാലിസിസ് ആൾക്കാർക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആവും. എപ്പോഴും ഒരു ചാർട്ട് എടുത്ത് വരിക. 4 hours ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മൗസ് കൊണ്ടുപോയിട്ട് സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. ആ ലാപ്പിൻ്റെ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കൺട്രോൾ നെക്കി പിടിച്ചിട്ട് ആ സ്ക്രോളൊന്ന് ജസ്റ്റ് ആ റൗണ്ട് മൗസിൻ്റെ റോളൊന്ന് സ്ക്രോൾ ചെയ്യും. ബാക്കിലോട്ട് നമുക്ക് ഏറ്റവും ചെറുതാക്കി കാണുന്നുണ്ട്. സാർ ഇപ്പം ഈ വരച്ച എല്ലാ ലൈൻസും ഡിലീറ്റ് ചെയ്യും.
അങ്ങനെ വേണ്ട. ആ ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റിൻ്റെ ഒരു ചിഹ്നം ഉണ്ടോ ബാസ്ക്കറ്റിൻ്റെ, അപ്പോൾ എൻ്റർ ഓക്കെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെറുതാക്കുമ്പോൾ നമുക്കുള്ളൂ കറക്റ്റ് പറയാൻ പറ്റും. ഇപ്പോൾ സാറിനോട് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരപ്പിക്കാം. ആ റെക്റ്റാങ്കിൾ എടുക്കുക, റെക്റ്റാങ്കിൾ എടുത്തു അല്ലേ. അവിടെ നിന്നല്ല ലെഫ്റ്റിലോട്ട് വാ, 28 മുകളിലോട്ട് മോസ് 28 അവിടെ 28 മുകളിൽ യെസ്. അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് റൈറ്റിലോട്ട് വരയ്ക്ക് യെസ് അല്ലേ. മതി, അവിടെ മതി. ഒരു പൊടിക്ക് താഴെ ജസ്റ്റ് മതി, കുറച്ച് ഒന്ന് ഒരു പൊടിക്ക് താഴ്ത്തി ഇറക്കി. ഇനി അല്ല ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനല്ല, ക്ലിക്ക് ചെയ്തിട്ട് ആ റെക്റ്റാങ്കിൾ മൊത്തമായിട്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കും. മതി, കൊല്ല കുറച്ച് മേലേക്ക്. ഓക്കെ ഡൺ അല്ലേ. ഇപ്പം എന്താ കറക്റ്റ് സംഭവിച്ചിരിക്കുന്നത്? ബ്രേക്ക് ഔട്ട് റീടെസ്റ്റാ അല്ലേ, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്. അതുപോലത്തെ മാർക്കറ്റിൻ്റെ താഴത്തെ സ്ട്രക്ചർ നോക്കിക്കുന്നത് ഓരോ വട്ടം മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴും പഴയ ലെവലിലോട്ട് വരുന്നില്ല, കയറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കരുത്. ഇതെല്ലാം കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ വരച്ച് നോക്ക്. അവിടെ നിന്നല്ല താഴത്തോട്ട് വാ, ലെഫ്റ്റിലോട്ട് വാ. ഇത് 30 മിനിറ്റ്സ് അല്ലേ. ഇതൊന്ന് 4 hour ആക്ക്. വെറുതെ ലാപ്പിലേ അങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യാം. വെറുതെ 4 അടിച്ചു കഴിഞ്ഞാൽ വരും. ഓക്കെ, താഴെ റീസെറ്റ് കൊടുത്തോ. യെസ്, വലുതായില്ലേ. ഈ എല്ലാ ഡിപ്പുകളും കണക്ട് ചെയ്ത് വരച്ചു നോക്കരുത്. നമുക്കതിലേ യെസ് ക്ലിക്ക് ചെയ്തോ. അത് ആ റൈറ്റ് സൈഡിൽ പ്രൈസ് ലെവൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. തൊട്ട് താഴ്ത്തി കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഒന്നും കൂടി താഴ്ത്തേക്ക് ഇറക്കി വെച്ചോ. താഴത്തേക്ക് കുറച്ചുകൂടി താഴത്തേക്ക്. യെസ്, ക്ലിയർ ആണിത്. ഇത് ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് കിട്ടി ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കിട്ടി, ഒരു ഫ്ലാറ്റ് റെസിസ്റ്റൻസും കിട്ടി അല്ലേ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടും കിട്ടി. ബ്രേക്ക് ഔട്ട് അല്ലേ. 2 റീസൺസിൻ്റെ പുറത്താണ് ട്രേഡ്സ് നോക്കാതെ പറയാൻ കാരണം. അതുപോലെ ഇനി ഗോൾഡ് അടുത്തൊരു ഒരു സിംഗ് ട്രേഡ് അല്ലെങ്കിൽ ലോങ് ടൈം ഒരു വ്യൂ എന്ന് പറയുമ്പോൾ 5000 ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് വേണ്ട, ഹൊറിസോണ്ടൽ ലൈൻ വേണ്ട, ഹൊറിസോണ്ടൽ റേ എടുക്ക്. ഹൊറിസോണ്ടൽ റേ അവിടെ അല്ല, ഈ വലിയ ഫോളോ ഉണ്ട്. ലാസ്റ്റ് ഒന്ന് വലിയ ഫോളോ ഉണ്ടോ? ലാസ്റ്റ് വന്ന അവിടെ അല്ല, ഈ വലത്തോട്ട് മാർച്ച് 4 മേലെ അവിടെ അതിന് മേലെ ക്ലിക്ക് ചെയ്യ്. കുറച്ചുകൂടി മേലെ അവിടെ ക്ലിക്ക് ചെയ്തോ. എന്നിട്ട് ആ സെറ്റിങ്സ് ഉണ്ട് മേലെ, ആ ലൈൻ സെലക്ട് ചെയ്യും. ഇപ്പം നമ്മൾ വരച്ച ഇപ്പം ഡ്രോ ചെയ്ത ലൈൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇല്ല, റേ. അപ്പം മേലെ സെറ്റിങ്സ് വന്നോണ്ട് മേലെ അല്ല കളറല്ല സെറ്റ് റെഡ് ആക്കിയോ. എന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. അതെല്ലാം സെറ്റിങ്സ് കണ്ടോ മേലെ? ആ ക്ലോക്കിന്റെ ഇപ്പുറത്ത് അല്ല തൊട്ട് ഇപ്പുറത്ത് ക്ലോക്കിന്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ്. യെസ്, അതന്നെ. ക്ലിക്ക് ചെയ്തോ. അപ്പൊ അതിൽ കോർഡിനേറ്റ്സ് ഉണ്ട്. കോർഡിനേറ്റ്സ് അവിടെ 5200 ടൈപ്പ് ചെയ്യും. 5200 ടൈപ്പ് ചെയ്യും. ഓക്കെ കൊടുത്തു നോക്ക് അല്ലേ. ഇത് കറക്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് അല്ലേ. ഇനി ഇത് 1 hour ആക്കി കൊടുത്തു. അത് 1 hour ആക്കുന്നു വെറുതെ. യെസ്, പെർഫെക്റ്റ് പറയാം നമുക്ക്. ഇനി സാർ ആ 3 പോയിന്റ്സ് മാത്രം സാർ കണക്ട് ചെയ്ത് റെക്ടാങ്കിൾ ഒന്ന് വരക്കി. ആ 3 പോയിന്റ്സ് റെക്ടാങ്കിൾ വരച്ചാൽ മതി. എന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. മതി. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാതെ സിംഗ് ട്രേഡിൽ അപ്സൈഡ് ഗോൾഡിന് വ്യൂ ഇല്ല. ഞാൻ ഹൊറിസോണ്ടൽ എടുത്ത് കളഞ്ഞോ. ഞാൻ ജസ്റ്റ് 5200 അതിങ്ങനെ അത് ആ ലൈൻസിന്റെ കട്ട് കൂടെ എങ്ങനെ അറിയില്ല. യെസ്, അതന്നെ റെക്ടാങ്കിൾസ്. നമ്മൾ ഇവിടുന്ന് ഇതിൽ നമ്മുടെ ടൂൾ ബോക്സിൽ 1 2 3 4 5ാമത്തെ ടൂൾ ബോക്സിലാണ് റെക്ടാങ്കിൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് റെക്ടാങ്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനി ടൈം എനിക്ക് കോൾ ചെയ്തോട്ടോ. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ രാത്രി ചാർട്ട് നോക്കിയിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ മിക്കവാറും ഓൺലൈൻ ഉണ്ടാവും. ഞാൻ ഇല്ല, എനിക്ക് സംഗതി എനിക്ക് എങ്ങനെ ഉറപ്പ് അത് ഞാൻ ട്രേഡ് നിർത്താൻ കാരണം ഞാൻ വെറുതെ ചാർട്ട് നോക്കിയിരിക്കുന്നേ. ഭയങ്കര എനിക്ക് ബാക്ക് പെയിൻ വന്ന് തുടങ്ങിയത്. ഞാൻ ഇടയ്ക്ക് 2 മാസം ബ്രേക്ക് എടുത്ത് ജിമ്മൊക്കെ പക്കയായിട്ട് കൊണ്ടുപോകും. പിന്നെ ഇതിന് ടച്ച് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നോക്കി എനിക്കിതിങ്ങനെ ഒരാൾ ചോദിച്ച് പറയാൻ പറ്റില്ല. ഇന്ന ലെവൽസ് ഉണ്ട് പറയാൻ പറഞ്ഞു. അപ്പം ഈ 5200 പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഓഫീസിൽ പുള്ളിയുണ്ട്, അനൂപ് എന്ന പേര്. പുള്ളി E2E നെറ്റ് വെബ് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്.
പുള്ളി ആ 6 lakh ലോസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അത് ഞാൻ ഒറ്റടി കാര്യം പറഞ്ഞു കൊടുത്തു. അത് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേ വേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തായിരിക്കും. അത് നമുക്ക് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ തോന്നും, കൊള്ളാൻ തോന്നും അവർക്ക്. അത് പറയാൻ കാരണം അപ്പോൾ ചാർട്ടിന് എപ്പോഴും ടച്ച് വേണമെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ. അപ്പോൾ ഇത് കണ്ടോ ഇത്രയും പോയിന്റ്സ് അല്ലേ ഇപ്പം ആരോഗ്യം കൂട്ടും, ആരോഗ്യം പോകുന്നത്. അപ്പോൾ ശരി ഭയങ്കര കറക്റ്റ്. അയ്യോ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഡോക്ടറിന് ക്ലാസ് എടുക്കുമ്പോഴേ ഡോക്ടറിന് നിർത്തി ചോദിച്ചതാ എന്തോ മോൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ചോദിച്ചത്. അന്ന് ഭയങ്കര നെഗറ്റീവായി. അന്ന് 2 ദിവസം അവന് പ്രോപ്പർ ഉറക്കായിരുന്നു. ഞാൻ ഒന്നിലേക്ക് നിന്നിട്ടില്ല. എന്റെ സ്ലീപ്പ് പാറ്റേൺസ് മാറിയപ്പോഴേ ഞാൻ നിർത്തിയ പരിപാടി. എന്റെ സ്ലീപ്പ് പാറ്റേൺസ് മാറിയപ്പോഴാണ് നിർത്തിയത്. അതിനൊറ്റ ഐഡിയ ഉണ്ട്, ഇത്രേ ഉള്ളൂ. നമ്മള് ഈ എല്ലാ ട്രേഡേഴ്സും ലോസിൽ വരാൻ കാരണം എന്താ അറിയോ? അവരൊരു ദിവസം ഒരുപാട് ട്രേഡ് എടുത്തിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് സൈക്കോളജി ലെവലിൽ ആ ക്ലാസ്സിൽ പറഞ്ഞുതരാം. സിംഗിൾ ഡേ ഞാൻ 2 മാസം പരീക്ഷയിലാണ്. സിംഗിൾ ഡേ ഒറ്റ ട്രേഡ് എടുത്തോക്ക് പ്രോഫിറ്റിലായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ആ സ്റ്റുഡൻസ് പ്രോഫിറ്റിലായിരിക്കും. എന്റെ ഉറക്കത്തില് ഗ്രാഫ് ഒക്കെ വരാൻ തുടങ്ങി. ഉറക്കത്തിൽ മാത്രല്ല, നമ്മള് എന്ത് കാര്യം പറയുമ്പോൾ പോലും നമ്മള് ട്രേഡ് റിലേറ്റ് ആവും. ഇപ്പൊ നമ്മള് വെറുതെ നമ്മള് ചുമരുമീ നോക്കി ഈ ചുമര് വാള് റെസിസ്റ്റൻസ് ആണല്ലോ, ഇത് ബ്രേക്ക് ചെയ്യണം, നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും ലാസ്റ്റ് നമുക്ക്. അത് മെന്റൽ ആവും. പിന്നെ അത് വേറെ ചില ഫ്രണ്ട്സ് എൻ്റെ കൂടെ വരില്ല. കാരണം ഞാൻ കഫേ പോയിരുന്ന എൻ്റെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് വന്ന് ഇത് സംസാരിച്ചോണ്ടിരിക്കുക, എടാ മൺഡേ എങ്ങനെയാവും, ഗ്യാപ്പ് അപ്പ് ആവോ, ഗ്യാപ്പ് ഡൗൺ ആവോ, ഇന്നത് വീഴാൻ ചാൻസ് ഉണ്ട്, ഇന്നത് കീഴിൽ അവരെ പറയും. ലാസ്റ്റ് പൊന്നാര് ബ്രൈം നിന്റെ കൂടെ നീ അവരുടെ അടുത്തേക്ക് പോണി എന്നെ ഞങ്ങൾ വിളിക്കല്ലേ, ഇത് ഞാൻ വെറുതെ വന്ന് ഫോൺ നോക്കിയിരിക്കേണ്ട ഇവിടെ വന്നാൽ അയ്യമ്മ റൂമിൽ ഇരിക്കല്ലോ ചോദിക്കും. ശരിയാണ് അവർ പറഞ്ഞത്, ഞാൻ അവരുടെ ഭാഗത്തുണ്ട്. അതുപോലെ വരുന്നത്. ഇപ്പൊ ട്രേഡിംഗ് വ്യൂ യൂസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ അല്ലേ? സോബിൻ ബ്രോ എന്താണ് അവസ്ഥ? ബ്രോന് അറിയാം. സീന മാം ഓക്കെ അല്ലേ? ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഡീറ്റെയിൽ ഓക്കെ ഉണ്ട്. ചെയ്തോ സാറിന് ഓക്കെ അല്ലേ? ഇനി നമുക്ക് കാൻഡിൽസ് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ ബിറ്റ് കോയിന്റെ ചാർട്ട് കയറിയിട്ടുണ്ട് അല്ലേ? ചാർട്ട് എപ്പോഴും പറഞ്ഞു 1:1 ഞാൻ 1:4 ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 1:1 ഇപ്പൊ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ഏതാ ക്യാൻഡിൽ എന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബിറ്റ് കോയിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ അതിനകത്ത് കാണിക്കുന്ന ഈ ഡോളർ ബേസിലല്ലേ നമുക്ക് അതിനകത്ത് എമൗണ്ട് കാണിക്കുന്നത്? 69,000 സംതിങ് അല്ലേ അത് കാണിക്കുന്നത്? അതെ. നമ്മുടെ ഫണ്ട് വാല്യൂ അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് അത്ര വലിയ ഒരു ഇതാണല്ലോ. പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നത്? പ്രോഫിറ്റ് നമുക്ക് അത് നമുക്ക് 3 തരത്തിൽ മേടിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ്, മൈക്രോ, മിനി എന്ന് പറയും അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് വേറെ രീതിക്ക് പ്രോഫിറ്റ് കയറുക, മൈക്രോ അത് 3 ഡിഫറെൻറ്റ് ടൈപ്പിൽ പ്രോഫിറ്റ് കയറുക. അതെങ്ങനെയെന്ന് അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കും ചെറിയ എമൗണ്ട് അല്ല പ്രോഫിറ്റ് വരിക. ഒരിക്കലും ചെറിയ ലോട്ട് മേടിച്ചാൽ പോലും നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിലോ പ്രോഫിറ്റ് വരിക, നല്ല എമൗണ്ട് പ്രോഫിറ്റ് കിട്ടും ഉറപ്പായിട്ടും. അതിൽ ചെറിയ ബ്രോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അതിന്? ഇല്ലല്ലോ. അത് ഫോറക്സ് അങ്ങനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് അരിച്ചരിച്ചേ കയറുള്ളൂ. അതിന് കുറേ നെഗറ്റീവ് ഇഷ്യൂസ് അതിനുണ്ട്. ട്രേഡിങ്ങിന് എപ്പോഴും ഫോറക്സാണ്. ഇൻവെസ്റ്റ്മെന്റ് രീതിക്ക് വേറെ നോക്കാം, കുഴപ്പമില്ല. ട്രേഡിങ്ങിന് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഫോറക്സ് ആണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക്. ഓക്കെ ഡൺ. അപ്പോൾ ഇന്ന് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ കോഡിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഓക്കെ ആയിരിക്കും. പ്രൈസ് ആക്ഷൻ ബേസിൽ നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വർക്കും വരുന്നുണ്ടോ? മനസ്സിലാവും. ഇതൊക്കെ ഒരു വിഷയമാണ്. ഇത് വേറെ ഇരുന്നില്ലെങ്കിൽ ഒക്ടോബർ ഓക്കെ. ഈ PPT എല്ലാം കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇതൊക്കെ ഓടിച്ചു പോവാം. ട്രെൻഡ്സ് മാർക്കറ്റിലെ അതുപോലെ തന്നെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ ട്രെൻഡ് ലൈൻ, ഇത് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട്, ഇത്
ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, GBP USD ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്. ഇതെന്തായെന്ന് നോക്കിയിട്ടില്ല. ഇതുണ്ടോ ഇതേതായിരുന്നു ചാർട്ട്? USD JPYയുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് കിട്ടി, അപ്സൈഡ് കയറിപ്പോയി കണ്ടോ. ഇത് സപ്പോർട്ടായിരുന്നു, പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. NSD USD, AUD USD ഇപ്പോഴും ഇതേ ഇവിടെ എത്തിയിട്ടില്ല. ഈ ലെവലിലെത്തി വീണ്ടും ബൈ നോക്കാവുന്നതാണ്. ഇത് നമ്മുടെ USD JPY കണ്ടോ, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസ്. USD JPY നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മേ ബി ചൊവ്വാർ ബുധൻ ട്രേഡ് അപ്സൈഡ് ട്രേഡ് കിട്ടാൻ ചാൻസ് ഹൈ ആണ്. ഇതാണ് ക്യാൻഡിൽസ് വരുന്നത്. ഓക്കെ, ഇതാണ് ക്യാൻഡിൽസ് വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ നമ്മുടെ സപ്പോർട്ടിന് മുകളിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ സപ്പോർട്ട് മാർക്ക് ചെയ്തു. സപ്പോർട്ടിന് മുകളിൽ ഈ 3 ക്യാൻഡിൽസ് വന്നാലും നമുക്കൊരു ബൈയോ സെല്ലോ നമുക്കിതിലില്ല. ഫസ്റ്റ് വൺ ഡോജി ക്യാൻഡിൽ, അതിന് ബോഡി ഉണ്ടാവില്ല. ഡോജി ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോഡി ഉണ്ടാവില്ല അതിന്. അതുപോലെ തന്നെ നെക്സ്റ്റ് നടുക്കൊരു ബോഡി, അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വൽ ഷാഡോസ്, റെഡ് ആവും ഗ്രീൻ ആവാം, അതിന് ബോഡിക്ക് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നാലും സപ്പോർട്ടിന് മുകളിൽ വന്നാലും റെസിസ്റ്റൻസിൻ്റെ താഴെ വന്നാലും നമുക്ക് ബൈയോ സെല്ലോ നമുക്കതിലില്ല. കാരണം അതിൽ ബൈയേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും അത്ര സ്ട്രോങ് അല്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഒരു ബൈ എടുക്കുക പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഒരു ബൈ എടുക്കുക അല്ലേ. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബൈ എടുക്കുക. അപ്പോൾ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തു. ഇങ്ങനെ സപ്പോർട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് മാർക്ക് ചെയ്തു. സപ്പോർട്ടിൽ വന്ന ബൈ എടുക്കുക എന്നല്ല പറയുന്നത്. സപ്പോർട്ടിൽ വന്നതിന് ശേഷം ക്യാൻഡിൽസ് എന്തെങ്കിലും എനി ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടാം നമുക്ക്. സപ്പോർട്ട് പറഞ്ഞാൽ കയറാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. എന്തായാലും കയറുന്ന എവിടെ റൂൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കയറാൻ ചാൻസ് ഉള്ളതിനെ ഒന്നും കൂടി കൺഫേം ആക്കുന്നത് ക്യാൻഡിൽസ് കൺഫർമേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ സപ്പോർട്ടിൽ എത്തിയതിന് ശേഷം മാർക്കറ്റിൽ ഇങ്ങനത്തെ ക്യാൻഡിൽസ് കിട്ടും നോക്കാം. ഈ 8 ക്യാൻഡിൽസ് വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 ക്യാൻഡിൽസ് വരുന്നുണ്ട്. ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ കിട്ടിയാൽ നമുക്കൊരു ബൈ എടുക്കാം. ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ വന്നാൽ അവിടെ നമുക്ക് ബൈ എടുക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് ചെയ്താ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തു. സപ്പോർട്ട് മാർക്ക് ചെയ്തതിനു ശേഷം സപ്പോർട്ട് മാർക്ക് ചെയ്തതിനു ശേഷം സപ്പോർട്ടിൽ ഒരു ഹാമർ കണ്ടോ, അപ്സൈഡ് ബോഡി താഴെ ഷാഡോ, അപ്സൈഡ് ബോഡി താഴെ ഷാഡോ. ചിലപ്പോൾ റിയൽ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുമ്പോഴേ ഇതിൻ്റെ ഈ ക്യാൻഡിൽ മേലെ ചെറിയൊരു ഷാഡോ ഉണ്ടാവും. നമ്മൾ ഒരു വീട്ടിലത്തെ ചിറ്റിക രൂപം എന്ന് ആലോചിച്ചാൽ മതി. മുകളിൽ ചെറിയ ഷാഡോ ഉണ്ടാവും, എന്നാലും അത് ഹാമറായിട്ട് കൺസിഡർ ചെയ്യാം. ബുള്ളിഷ് ഹാമറായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് സപ്പോർട്ടിൽ റെഡ് ആയാലും ഗ്രീൻ ആയാലും ബുള്ളിഷ് ഹാമറാണ്. സപ്പോർട്ടിൽ റെഡ് ആയാലും ഗ്രീൻ ആയാലും ബുള്ളിഷ് ഹാമറാണത്. ക്ലിയർ അല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലാസ് മുതൽ പറഞ്ഞു, നമുക്ക് ഒരു ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ സെല്ലോ അല്ലെങ്കിൽ ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ ബൈയോ അല്ല. നമ്മൾ വരുന്ന ഈ ഒരു കീ ലെവൽസ് ഉണ്ട്. ഇതിവിടെ നമ്മുടെ മെയിൻ കീ ലെവൽ പറയുമ്പോൾ സപ്പോർട്ടാണ്. സപ്പോർട്ടിന് മുകളിലാണ് ആ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അത് ഈ ഒരു ബുള്ളിഷ് ഹാമറിൻ്റെ ഒരു ഈ രൂപത്തിൽ റെഡ് ക്യാൻഡിലായാലും ഗ്രീൻ ക്യാൻഡിലായാലും നമുക്കത് ബൈ മാത്രമേ നമുക്കതിലുള്ളൂ. ഇതൊക്കെ അല്ലേ? നെക്സ്റ്റ് ഇൻവെർട്ടഡ് ഹാമർ. സപ്പോർട്ടിൽ തന്നെ ബോഡി താഴെ ഷേഡോ മുകളിൽ. അപ്പോൾ ഈ ഷേഡോ ക്രിയേറ്റ് ചെയ്ത ആരാണ്? സെല്ലേഴ്സ് ആണ്. എല്ലാ ക്യാൻഡിൽസിനും താഴെ മേലെ ഷാഡോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്സൈഡ് ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലർമാരും ഡൗൺ സൈഡ് ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ബയേഴ്സ് ആണ്. അത് ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ മേടിക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ 6 പേരുണ്ട്. ഈ 6 പേരും ഈ സ്റ്റോക്ക് ഈ പെയർ ഇവിടെ നിന്ന് മേടിക്കുന്നു. മേടിച്ച് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 4 പേര് വിട്ടിട്ട് പോകുന്നു. 4 പേര് എക്സിറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് 6 പേരും മേടിക്കുന്നു, 6 പേര് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ ഇത്? അപ്പോൾ ഇത് കണ്ടോ, മാർക്കറ്റിന്റെ അപ്സൈഡിൽ സപ്പോർട്ടിന് മുകളിൽ താഴെ ബോഡി മുകളിൽ ഷേഡോ വന്നാൽ അതിന് ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കും. ഇൻവെർട്ടഡ് ഹാമർ. ഇതും ഈ പറഞ്ഞ പോലെ റെഡിലും വരാം ഗ്രീനിലും വരാം. പിന്നെ ഈ 2 ക്യാൻഡിൽസും ഗ്രീനിൽ വരാൻ ഒന്നുകൂടി ബെറ്റർ. കാരണം നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രീനിൽ വരാൻ ഒന്നും കൂടി നല്ലത്. തേർഡ് വൺ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയും. ഡൗൺ സൈഡ് ഷാഡോ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസോ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ നോർമൽ സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇത് മാർക്ക് ചെയ്തതിനു ശേഷം ആ സപ്പോർട്ടിന് മുകളിൽ എബവ് ഈ 3 ക്യാൻഡിലിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ വന്നാൽ നമുക്കൊരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു ബൈ എൻട്രി എടുക്കാം അവിടെ നിന്ന്. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലത്തെ ഏറ്റവും നല്ല വിന്നിങ് റേറ്റുള്ള ക്യാൻഡിൽ പറയുമ്പോൾ ഇതാണ്. നല്ല വിന്നിങ് റേറ്റ് ഇതിന് മാത്രമേ ഉള്ളൂ. ഇതും കുഴപ്പമില്ല, ഇത് അത്ര ഓക്കെ അല്ല. ഇൻട്രാഡേ ചെയ്യുന്ന അത്ര ഓക്കെ അല്ല. എല്ലാവരും ഫോക്കസ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. ബുള്ളിഷ് ഹാമർ.
അത് റെഡിലും വരെ ഗ്രീനിലും വരാമെന്ന് പറഞ്ഞു. നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കുന്നത് കാരണം ഗ്രീനിൽ വന്നാൽ ഒന്നും കൂടി ബെറ്റർ. റെഡ് ആണെങ്കിൽ വേറെ മെത്തേഡിൽ നമുക്ക് ട്രേഡ്സ് പറയാം, പിന്നെ പറഞ്ഞുതരാം. ഗ്രീനിൽ വരെയാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, ഈ മൂന്നും കൂടി ജസ്റ്റ് മേ ബി ചിലപ്പോൾ ഈ മൂന്നും എടുക്കാൻ ചാൻസ് ഉള്ളൂ. സമയം അതായി, അതുകൊണ്ടാണ്. അടുത്തത് നമ്മൾ ഇനി ബൈ എടുത്തു കഴിഞ്ഞാൽ, ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് സെല് ചെയ്യണ്ടേ അല്ലേ? നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണ്ടേ? അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് നമ്മൾ മാറി താഴത്തേക്ക് വീഴാന്നറിയാം അല്ലേ? നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്സൈഡ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റെസിസ്റ്റൻസിൽ മുകളിൽ ഷേഡോ താഴെ ബോഡിയിലെ ക്യാനിൽ വന്ന അതിന് വിളിക്കുന്ന പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർ. മാർക്കറ്റ് അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസിൽ ഷേഡോ താഴെ ബോഡി അങ്ങനത്തെ ഒരു ക്യാനിൽ വന്ന അതിന് വിളിക്കുന്ന പേര് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? നമ്മൾ വീട്ടിൽ സ്റ്റാർ എവിടെ ഹാങ് ചെയ്യുക? അപ്സൈഡ് അല്ലേ? ആ സ്റ്റാറിൻ്റെ മേലത്തെ നൂല് പൊട്ടിയ നേരെ മാർക്കറ്റ് താഴത്തേക്ക്. ക്ലിയർ അല്ലേ? അത് വീണ മാറുന്നത് അങ്ങനെ മാർക്കറ്റ് റെസിസ്റ്റൻസിൽ ഇങ്ങനത്തെ ഒരു ക്യാനിൽ ഫോം ആയാൽ മാർക്കറ്റ് ഡൗൺ സൈഡ് വിടാൻ ചാൻസ് ആയിയാണ്. അത് റെഡ് ആണെങ്കിൽ ബെറ്റർ. ഇത് ഗ്രീനിലും വരാം റെഡിലും വരാം, എന്നാലും അത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. പക്ഷെ റെഡിൽ വന്ന ഒന്നും കൂടി ആ ട്രേഡ് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. സെക്കൻഡ് വൺ ഹാങ്ങിങ് മാൻ ക്യാനിൽ പറയും. റെസിസ്റ്റൻസിൽ തന്നെ കണ്ടോ ഇതേ ഹാമർ ഇവിടെ വരുന്നു അല്ലേ? നമ്മൾ ഇതേ സെയിം ക്യാനിൽ ഇവിടെ കിട്ടിയപ്പോൾ നമ്മൾ വെറും ബൈ എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ? അത് സപ്പോർട്ടിന് മുകളിലാണ് വന്നിരിക്കുന്നത്, ഇത് വന്ന് റെസിസ്റ്റൻസിന് താഴെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് സെല്ലാണ് വരിക. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും സെല്ലാണ് വരുന്നത്. ഓക്കെ, മുകളിൽ ബോഡി താഴെ ഷേഡോ വന്നു കഴിഞ്ഞാൽ അത് സെല്ലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയും. അപ്സൈഡ് ഷേഡോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാനിൽ ഇതിൽ ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജിൽ ആരും ബൈ എടുക്കാറില്ല, ഗ്രേവ് സ്റ്റോൺ ഡോജിൽ ആരും സെല്ല് എടുക്കാറില്ല. കാരണം വിന്നിങ് റേറ്റ് കുറവാണ്. നമുക്ക് തന്നെ പറയില്ലേ അത്ര ഉറപ്പില്ല, അത്ര ഓക്കെ അല്ല എന്ന് പറയില്ലേ? അതുകൊണ്ട് നമ്മൾ ആ ട്രേഡ്സ് നോക്കാറ്. ഇത് രണ്ടും പിന്നെയും കൺസിഡർ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ വിന്നിങ് ആയിട്ടുള്ളത് ബുള്ളിഷ് ഹാമറിനും ഷൂട്ടിംഗ് സ്റ്റാറിനുമാണ്. ഇൻട്രാഡേ ട്രേഡ്സിനൊക്കെ അത് നല്ലപോലെ യൂസ്ഫുൾ ആണത്. ഓക്കെ, ഞാൻ ഈ ക്യാനൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടില്ല, എന്നും ഇത് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ക്യാനൽസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഡാറ്റ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ചാർട്ട് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് കിട്ടാൻ വെച്ചാൽ കാണിച്ചിട്ടും ചെയ്യാം. ഇതൊക്കെ ഈ ക്യാനലാണ് ഇവിടെയൊക്കെ. ഇത് നമുക്ക് എടുക്കാത്ത ക്യാനലാണ്, അത് കാണിച്ചതിൻ്റെ കാര്യമില്ല. ഈ മൂന്ന് എടുക്കാത്ത ക്യാനലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഷൂട്ടിംഗ് സ്റ്റാർ വന്നുണ്ടോ ഇവിടെ അല്ലേ? ഇത് റെസിസ്റ്റൻസ് ആണ് അല്ലേ? ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു 1, 2, 3 അല്ലേ? നാലാമത്തെ വട്ടം ഇവിടെ കണ്ടോ താഴെ ബോഡി മുകളിൽ ഷേഡോ ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? അവിടെ നിന്നല്ലേ മാർക്ക് ഇത്രയും താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 16 പോയിന്റ് അല്ലേ? അതും ടൈം ഫ്രെയിം ഏതാണ്? 5 മിനിറ്റ്സിൻ്റെ ഇൻട്രാഡേ ട്രേഡ് അടിപൊളിയല്ലേ? ഇത് ചിലപ്പോൾ 10 എണ്ണത്തിൽ 6 മിനിറ്റ് ചെയ്യില്ല, 6 ലോസേ വരുള്ളൂ, ബാക്കി 4 മിനിറ്റ് ചെയ്താൽ മതി. ആ 6 വരുന്ന ലോസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക, ബാക്കി 4 മിനിറ്റ് ചെയ്താൽ മതി, നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലായിരിക്കും അല്ലേ? ഇത് 1, 2, 3 റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി അല്ലേ? നാലാമത്തെ റെസിസ്റ്റൻസ് ഉണ്ടോ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാനലും കിട്ടി. ഡൗൺ സൈഡ് എൻട്രി എടുത്തുകൂടെ ഇന്ന്? ഇബ്രാഹിമേ, വേറൊരു സാധനം കണ്ടോ എനിക്ക്? അതായത് ഞാൻ എങ്ങനെ കാണിക്കത്? ഞാൻ മൗസ് വെക്കാം. മൗസ് ഒന്ന് ഇടത്തോട്ട് വെട്ടെ, പൊട്ടെ ഇനിയും പോട്ടെ, താഴേക്ക് അത്ര പോണ്ട. അവിടെ കയറിയുണ്ടോ? ഇതാണ് ഉദ്ദേശിച്ചത്. അത് ഹാമറല്ലേ? ഹാമറാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഇത് സപ്പോർട്ട് കൺസിഡർ, ഇത് കണ്ടോ, ഇത് സപ്പോർട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓക്കെ, പക്ഷെ അത് അത്ര ക്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. വേണ്ട, നമുക്ക് ഒന്നുകൂടി നല്ല ട്രേഡ്സ് നമുക്ക് വേറെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഗോൾഡിൽ ഇങ്ങനെ അല്ലേ? ഗോൾഡിൽ നമ്മൾ നേരത്തെ 4 hour ചാർട്ട് നോക്കിയില്ലേ? 4 hourൽ യെസ്, അതിൽ ചെക്ക് ചെയ്താൽ എൻഗൾഫിങ് അത് എടുക്കാത്ത ആരാ പറയാത്തത്? അതാണ് ഞാൻ പറയാത്തത്. അപ്പം ഇതിൽ തന്നെ ഇത് വേറെയല്ല. ഗോൾഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതല്ലേ? വലിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയത് ഇവിടെ മുതൽ ഇത് കണ്ടോ. ഈ റെസിസ്റ്റൻസ് ഓക്കെ അല്ലേ? ഇതിന് ക്യാൻഡിൽസ് എടുത്തിട്ടില്ല, പക്ഷേ റെസിസ്റ്റൻസ് കാണിച്ചത് മാത്രം ഉണ്ടോ? 1, 2, 3, 4 ഇവിടെ നിന്നാണ് വാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വാർ സ്റ്റാർട്ടിങ് മാത്രമല്ല, അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആവുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഗോൾഡിന് മേലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തൊക്കെ ഇവിടെ നിന്നാണ്. ഇതിലൊക്കെ ഒരുപാട് പേരെ ക്യാപിറ്റൽ അടിച്ചു പോയിട്ടുണ്ട്. അടുത്ത ചാർട്ട് പറയും ബിറ്റ് കോയിൻ എടുക്കാം. ബിറ്റ് കോയിനിൽ 4 hour എടുക്കാം.
യെസ്, ഇത് നമ്മളിന്ന് ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ക്യാൻഡിലാണ് അല്ലേ? സപ്പോർട്ട് 1, 2 അല്ലേ? ഇത് ഹാമർ ക്യാൻഡിൽ അല്ലേ? ഇവിടുന്ന് ബൈ എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? ബുള്ളിഷ് ഹാമർ സപ്പോർട്ടിൽ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ബുള്ളിഷ് ഹാമറാന്ന് പറഞ്ഞു അല്ലേ? ഇത് ഹാമർ ക്യാൻഡിൽ അല്ലേ കാണുന്നത്, ഈ റെഡ് ക്യാൻഡിൽ. അതെ ആ, അപ്പോൾ നിങ്ങൾ നാളെ മാർക്ക് ചെയ്ത് അയക്കേണ്ട ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ടൂൾ കണ്ടോ, സർക്കിൾ കണ്ടു, ഈ ടൂൾ ഉണ്ട് സർക്കിൾ, അതെവിടെ ഉണ്ടാവുക ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇത് കണ്ടോ 1, 2, 3, 4 5ാമത്തെ ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ സർക്കിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സർക്കിൾ എടുക്കുക, എന്നിട്ട് ആ ക്യാൻഡിലിൻ്റെ മേലെ മൗസ് കൊണ്ട് വയ്ക്കുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഈ ടെക്സ്റ്റ് എടുക്കുക, താഴെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് കണ്ടോ ബുള്ളിഷ് ഹാമർ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ BH കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ, BH കൊടുത്താൽ മതി ബുള്ളിഷ് ഹാമർ. അല്ലെങ്കിൽ മുഴുവൻ ടൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്തോ, ബുള്ളിഷ് ഹാമർ ടൈപ്പ് ചെയ്തോ, അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻഡിൽസ് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്യാൻഡിൽസ് എപ്പോഴും കൺഫർമേഷൻസ് ആണ്. നിങ്ങൾ ഏത് ഒരു വീഡിയോ എടുത്ത് നോക്കിയോ എപ്പോഴും ക്യാൻഡിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാ ക്യാൻഡിൽസിനും അല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഓരോ കീ ലെവൽസിന്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻസ് ആണ്, അതാ പറയാൻ കാരണം. ഓക്കെ. അപ്പോൾ ഇതാണ് ബുള്ളിഷ് ഹാമർ. ക്ലിയർ അല്ലേ? സോറി, ബുള്ളിഷ് ഹാമർ ക്ലിയർ. ഓക്കെ ഡൺ. അതുപോലെ ഇത് കണ്ടോ, ഇത് നമുക്കറിയാം. ഇത് ഈ ഒരു പോയിന്റ് കണ്ടോ, ഇത് ഷുവറായിട്ട് അറിയാം. ഇത് ഭയങ്കര സ്ട്രോങ് സെല്ലിങ് നടന്നൊരു ഏരിയ ആണ് അല്ലേ? ഇത് സൈക്കോളജി മനസ്സിലാക്കുന്നതിന് നല്ല സ്ട്രോങ് സെല്ലിങ് നടന്നൊരു ഏരിയ ആണ്. അത് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് മേലെ കയറിയപ്പോൾ ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ കണ്ടോ ഈ ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് ഇനി ഈ ലൈൻസിൽ നമ്മൾ സപ്പോർട്ട് വെച്ച് മാർക്ക് ചെയ്ത് വെക്കില്ല. ഈ റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെക്കുന്നു അല്ലേ? ഈ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഈ റെഡ് ക്യാൻഡില്ല അത് മാർക്ക് ചെയ്ത് വെക്കുന്നു. ആ സോണിലോട്ട് വന്നപ്പോൾ കണ്ടോ അവിടെ ആദ്യമായിട്ടൊരു ബുള്ളിഷ് ഹാമർ കിട്ടി അല്ലേ? സോറി, ബുള്ളിഷ് അല്ല, ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ കിട്ടി അല്ലേ? അവിടെ നിന്നല്ല മാറി ഇത്രയും താഴത്തേക്ക് പോന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രൈസ് ആക്ഷൻ ഉള്ള ട്രേഡ്സാ. ഇതിലൊക്കെ നമുക്ക് സിംഗിൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇത് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയത് ഇത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇത് വയ്ക്കാം. ഇത് നമുക്ക് TP വയ്ക്കാം. ഇത് ചിലപ്പോൾ ഈ ഒരു 10 ട്രേഡ് എടുത്താൽ ചിലപ്പോൾ 6 ലോസിലോട്ട് പോകുള്ളൂ. പക്ഷെ ബാക്കി 4 മിൻ ചെയ്താൽ മതി. നമ്മുടെ റിസ്ക് എപ്പോഴും ഇത്രേ വരുന്നുള്ളൂ അല്ലേ? പ്രോഫിറ്റ് എപ്പോഴും നല്ല വലിയ പ്രോഫിറ്റും കിട്ടും അതിൽ. ക്ലിയർ അല്ലേ? യെസ്. ഡൗട്ടും ചോദിച്ചോട്ടോ. ഇതിപ്പോൾ എന്തായാലും ആകെ 4-5 പേരേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഡോജി ക്യാൻഡിൽ പറഞ്ഞല്ലേ, നമുക്ക് ഫസ്റ്റ് 3 ടൈപ്പ് ക്യാൻഡിൽസ് ഉള്ളത്. ഒന്ന് ന്യൂട്രൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, അതുപോലെ തന്നെ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് അല്ലേ? 3 ടൈപ്പ് ക്യാൻഡിൽസ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ കണ്ടോ ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു 1, 2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ കിട്ടി അല്ലേ? ഞാൻ ഒന്നും കൂടി ആ ഷെയർ ചെയ്യാം. ഇത് കണ്ടോ സ്പിന്നിങ് ടോപ്പ്, നടുക്ക് ബോഡി, അപ്സ് ആൻഡ് ഡൗൺസ്, ഈക്വൽ ഷാഡോസ്. അത് വന്ന ട്രേഡ്സ് ഇല്ല എന്ന് പറഞ്ഞില്ല നമ്മൾ നേരത്തെ. യെസ്. അപ്പോൾ അതിൽ ട്രേഡ്സ് എടുക്കുക എത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ട്രേഡ്സ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിലിൽ ലോ നമ്മൾ മാർക്ക് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച പോലെ റെസിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സെല്ലിംഗ് സോണാണ് നമുക്കറിയാം അല്ലേ? ഓൾറെഡി നമുക്കറിയാം സെല്ലിംഗ് സോണാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ആവുകയാണെങ്കിൽ, ആ സ്പിൻ ടോപ്പിൻ്റെ താഴത്തെ ലോ പ്രൈസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് സെയിൽ നോക്കും. അല്ല അപ്പ് സൈഡ് ട്രേഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പ് സൈഡ് ട്രേഡ് സെയിൽ നോക്കില്ല. ക്ലിയർ ആണോ? നമുക്ക് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ നമുക്ക് ബൈയോ സെല്ലോ ഇല്ല. കാരണം അത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. മാർക്കറ്റ് അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ റെസിസ്റ്റൻസിൽ സ്പിന്നിങ് ടോപ്പ് വന്നാൽ നമ്മൾ അതിൻ്റെ ഹൈ ലോയി മാർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ റെസിസ്റ്റൻസ് പറയുമ്പോൾ സെല്ലിംഗ് സോൺ ആണ് അല്ലേ? അപ്പോൾ അവിടെ തന്നെ ആ സ്പിന്നിങ് ടോപ്പിൻ്റെ ലോ പ്രൈസ് കട്ട് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻട്രിയിൽ നോക്കാം. ഇനി അല്ല സപ്പോർട്ടിൽ സ്പിന്നിങ് ടോപ്പ് വന്നു, ആ സ്പിന്നിങ് ടോപ്പിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് ട്രേഡ് സൈഡിൽ നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലൈൻസ് കണ്ടോ, ഞാനിതിൽ 2 ലൈൻ വരച്ചിട്ടില്ല, ഇതിൽ എല്ലാം കളയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരച്ചു. ഇതേ ലൈൻ മേലേക്ക് കയറ്റി വയ്ക്കണമെങ്കിൽ ലാപ്പിൽ കൺട്രോൾ നെക്കി പിടിക്കുക, എന്നിട്ട് ഇത് അങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി മേലേക്ക് അല്ലേ? അല്ലാത്തൊരു ഓപ്ഷൻ പറയുമ്പോൾ ഇവിടെ ഉണ്ടോ പാരൽ ചാനൽ, നമ്മുടെ ട്രെൻഡ് ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെ പാരൽ ചാനൽ വരുന്നുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു അല്ലേ? ഡ്രാഗ് ചെയ്ത് വെക്കാം മേലേക്ക്. ഇത് പെർഫെക്റ്റ് പാരൽ ചാനൽ വരുന്നത്, അടിപൊളി പാരൽ ചാനലാണ്.
ഇത് വരച്ച ഒരാൾ ഇതിൽ ഇപ്പോൾ കയറി ബൈയോ സെൽ എടുക്കില്ല, കാരണം നടുക്ക് നിൽക്കുന്നല്ലേ. വേണമെങ്കിൽ ബൈ നോക്കിയാലും ബൈ നോക്കാം, കാരണം ഇതിൻ്റെ ട്രെൻഡ് അപ്പാണ് വരുന്നല്ലേ, ട്രെൻഡ് അപ്പാണ്, അപ്പ് ട്രെൻഡാണ്, ബൈ നോക്കാം. ഇതിൽ ആരും ഇവിടെ നിന്ന് കയറി ആരും സെല് ചെയ്യാൻ നിൽക്കില്ല, കാരണം എന്താ, ഇത് പ്യുവർ അപ്പ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ പഴയ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സപ്പോർട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആരും സെല് ചെയ്യാൻ നിൽക്കില്ലല്ലോ അല്ലേ, കറക്റ്റ് അല്ലേ. ഇത് ഇവിടെ ഇത്രയും റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ഇവിടെ ബ്രേക്കായി, ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആരും ഇനി കയറിയ ബൈ എടുക്കാൻ നിൽക്കില്ലല്ലോ, അല്ല ബൈ അല്ല സെല് ചെയ്യാൻ നിൽക്കില്ലല്ലോ അവിടെ. അത് കേറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആരും സെല് എടുക്കില്ല. ഓക്കെ, ചാർട്ട് എന്താ അവസ്ഥ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ മനസ്സിലാവണ്ടല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? 4 പേരും ക്ലിയർ അല്ലേ? നോക്കിയിട്ട് മാം റിപ്ലൈ ചെയ്തോ? ഓക്കെ ആണല്ലേ. ജസ്റ്റ് മാമിന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ചെയ്യാന്ന് പറയാൻ കാരണം അത് ഓൾമോസ്റ്റ് ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഡൗട്ട്സ് വരും, അപ്പോൾ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ ഒന്നും കൂടി ഉപകാരം, കാരണം എന്താ അറിയോ, ബാക്കിയുള്ള സ്റ്റുഡൻസും കൂടി ഒരു ഇതായിരിക്കും, ചെയ്യാനുള്ള ഒരു പ്രവണത വരും മേ ബി. ഓക്കെ, ഞാൻ വൈൻഡ് ചെയ്തത്. ഓക്കെ, താങ്ക്സ് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ. കട്ടായിപ്പോയി അത്, ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ അയക്കേണ്ട, അത് വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ എന്താ പറഞ്ഞത് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അവർ പലതും പറയുന്നുണ്ട്, പക്ഷെ അവർക്കും പലതും അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം കേട്ടോ. അയച്ചുതരാം.